എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ നഗറ്റ്സ് വെച്ചുള്ള ഫ്രൈഡ് റൈസാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റൈസാണിത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റാണ്. ഒരു 2 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ പീസായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗാർലിക്കാണ്. ഗാർലിക്കും ഞാൻ ചെറിയ പീസായിട്ട് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 അല്ലി ഗാർലിക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ വേണ്ട മല്ലിയില അല്ലെങ്കിൽ പാഴ്സലി ഇല്ലെങ്കിൽ നമുക്ക് മല്ലിയിലയാണെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് സോയ് സോസ്, 1 ടീസ്പൂണ് സോയ് സോസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ നഗറ്റ്സ് നമുക്കിതുപോലെ വാങ്ങാൻ കിട്ടുമല്ലോ, ഫ്രോസൺ ചിക്കൻ നഗറ്റ്സ്, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ നഗറ്റ്സ് ഞാനൊരു 12 ചിക്കൻ നഗറ്റ്സിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ചിക്കൻ നഗറ്റ്സും ഇതേപോലെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ സ്മോൾ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് റൈസാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് റൈസ് ഇതേപോലെ ഫുള്ള് വെള്ളത്തിൽ, നമ്മളങ്ങനെ വെള്ളത്തിന് അളവൊന്നും എടുക്കുന്നില്ല, നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം നന്നായിട്ട് നമ്മുടെ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ബസുമതി റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് സാധാരണ ചോറ് വേവുന്ന പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഹാഫ് ബോയിൽ ആകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഹാഫ് ബോയിലല്ല നോക്കുന്നത്. ശരിക്കും നന്നായിട്ട് തന്നെ ചോറ് വെന്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2-3 തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിരിക്കും. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ കാണുന്നത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവാണ് ഞാൻ ഈ ചിക്കൻ നഗറ്റ്സിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ചോറിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊന്ന് വാർന്ന് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചോറ് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു വലിയ പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് നമ്മുടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള, ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ആ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് പാത്രം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ചിക്കൻ നഗറ്റ്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് നല്ല ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറം വരെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ ചിക്കൻ നഗറ്റ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ തന്നെ 2 പുറം നമുക്കൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ നമുക്ക് 2 സൈഡും ഒന്ന് ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നഗറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറമായിട്ട് ഒരു 2 അല്ല 3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വയ്ക്കും. നമ്മൾ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഈ സെയിം എണ്ണയിലിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും, അതായത് നമ്മൾ പച്ചക്കറികളെല്ലാം വഴറ്റിയെടുക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്കിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇടാൻ പോകുന്നത് സവാളയാണ്. സവാള ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സവാളയും ഗാർലിക്കും കൂടി ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ക്യാരറ്റൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ബീൻസൂടെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിനകത്തേക്ക്. അപ്പോൾ ബീൻസോ വേറെ എന്തെങ്കിലും കോളിഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ സവാളയും ഗാർലിക്കും ഒന്നിച്ചിട്ടു. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് ക്യാരറ്റ് ചേർക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മട്ടറും പിന്നെ കുറച്ച് കോണും ഉണ്ടായിരുന്നു, അത് ഫ്രോസൺ ആയിരുന്നു, അതും ഞാനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാ പച്ചക്കറികളും ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ
പച്ചക്കറികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നഗറ്റ്സ് മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചിരുന്നില്ല, അതും ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കൊള്ളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പച്ചക്കറികളും നന്നായിട്ടൊന്ന് വെന്തും കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ ഉള്ള നമ്മൾ ഒഴിച്ചു കൊടുത്ത ആദ്യത്തെ എണ്ണ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പം ഈ എണ്ണയ്ക്ക് പകരം നിങ്ങൾ ഇച്ചിരി ബട്ടർ കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒരു 5 അല്ല 6 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വയന്ന് വരാൻ വേണ്ടിയുള്ളത്. ഇത് നമുക്ക് ചോറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ല നന്നായിട്ട് വെന്ത ചോറാണെന്ന്. അപ്പം നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത ചോറ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന സോയ് സോസ്, നമ്മൾ ഇത്രയും നേരം ഉപ്പ് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല ഇതിനകത്തേക്ക്. സോയ് സോസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ, കാരണം സോയ് സോസിനകത്ത് ഉപ്പുണ്ട്. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം മാത്രമേ, എപ്പോഴും ഓർക്കുക സോയ് സോസ് എപ്പോൾ നമ്മൾ ഏത് കറിക്ക് ചേർത്താലും ഉപ്പ് ആദ്യം ചേർക്കരുത്. സോയ് സോസ് ഒഴിച്ചതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്നുകൂടെ ചൂടാക്കിയെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില അല്ലെങ്കിൽ പാഴ്സലിയുടെ ലീഫ് ഏതായാലും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണിത്. ചിക്കൻ നഗറ്റ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഫിഷ് ആണെങ്കിലും നമുക്കത് ഇതേപോലെ തന്നെ വറുത്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഈ ചിക്കൻ നഗറ്റ്സിൻ്റെ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, നിങ്ങൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.